അന്തസ്സായിട്ട് പണി കിട്ടാനും ചാൻസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ ഫേസ് സിറംസ്. നിങ്ങൾക്ക് റിസൾട്ട് എന്ന് വെച്ചാൽ ഡബിൾ കിട്ടും. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മ്യൂടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യാന്ന്. ഭയങ്കര മടിയാണ് കേട്ടോ, വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഷോർട്സ് എടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ മടി കാരണമാണ് ചെയ്യാത്തത്. അപ്പം ഞാൻ നേരത്തെ മുമ്പും ഒരു വീഡിയോ ഇട്ടേക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. കാരണം ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം കൂടെ യൂസ്ഫുൾ ആവട്ടെ ഈ ഒരു വീഡിയോ എന്ന് കരുതുന്നു. അപ്പം നമ്മളെല്ലാവരും ഇപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു സാധനം തന്നെയാണില്ലേ കോജിക് ആസിഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ച് കൂടുതലും ഞാൻ ഒരു വീഡിയോയിൽ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കയറി കണ്ടാൽ മതി. അത് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് അങ്ങനെ ലെങ്ത് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്കറിയാം നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റൻ ആക്കാനും ബ്രൈറ്റൻ ആക്കാനും അല്ലെങ്കിൽ മെലാസ്മ മെലാനിൻ അതിൻ്റെയൊക്കെ അളവൊന്ന് കുറയ്ക്കാനും അത് കാരണം നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ് സിറം. നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഒട്ടുമിക്ക പ്രോബ്ലംസിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് സിറം. സോ കോജിക് ആസിഡ് വൺ ഓഫ് ദ ബെസ്റ്റ് സിറം അങ്ങനെ തന്നെ പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ കോജിക് ആസിഡും വിറ്റാമിൻ സി കൂടെ ഒരാൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നിട്ട് ഏത് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ കോജിക് ആസിഡേ ചൂസ് ചെയ്യത്തുള്ളൂ. നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് നെഗറ്റീവ്സ് ഉണ്ട്, അതേപോലെ പോസിറ്റീവ്സ് ഉണ്ട്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പം സിറംസ് യൂസ് ചെയ്തിട്ട് ഫേസിൽ പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പം ഒരു സിറം യൂസ് ചെയ്യുക, അപ്പം നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സിറം ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ വീക്ക്ലി 3 ടൈംസ് യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം അത് കോജിക് ആസിഡ് സിറം ആയിക്കോട്ടെ, അതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീക്ക്ലി 3 ടൈംസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കോജിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്തതാണ് കോജിക് ആസിഡ്. പക്ഷേ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്സോ അതേപോലെ ഇങ്ങനെ പിമ്പിൾസോ എന്തെങ്കിലുമൊക്കെ വരാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സാധനം വീക്ക്ലി 3 ടൈംസ് ആക്കിയോന്ന് നോക്കുക. എന്നിട്ടും നിങ്ങളുടെ ഫേസിന് പിടിച്ചില്ല എങ്കിൽ മേ ബി ആ ഒരു ബ്രാൻഡിന്റെ സിറം നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ അല്ല എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങളൊരു വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്യുക. എന്തൊക്കെ പറ്റിയിട്ടും ഇതൊന്നും നിങ്ങളുടെ സ്കിന്നിന് ദോഷമേ ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ഫേസിൽ പിന്നീട് സിറം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മളൊരു 3 മന്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഒരു 3 മന്ത്സ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻസും ടാനും എല്ലാം അത് കുറച്ച് തരും. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ വേറൊരു സിറം കണ്ടിന്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സിറം ട്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു സ്കിൻ കെയർ, ഇപ്പോൾ നമുക്കൊരു സ്കിൻ കെയർ ഒരു സ്റ്റെപ്സ് അറിയാം, അതിനകത്ത് സിറം ഇൻക്ലൂഡ് ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. സിറം ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും നമുക്കത് സ്കിൻ കെയർ റൂട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സിറം ഇല്ലെങ്കിലും സ്കിൻ കെയർ നമുക്കൊരു വിധം കൊണ്ടുപോകാനൊക്കെ പറ്റും. ഈ സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നത്തിനെ അതിനൊരു അല്ലെങ്കിൽ സൊല്യൂഷന് വേണ്ടിയാണ് സിറംസ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സ്കിൻ കെയറിന് സിറം വേണമെന്ന് പറയുന്ന കേട്ടോ, അപ്പം ഞാനൊരു സിറം മേടിക്കാം എന്നും പറഞ്ഞ ആൾ സിറം ഒന്നും മേടിച്ച് യൂസ് ചെയ്യരുത്. നല്ല അന്തസ്സായിട്ട് പണി കിട്ടാനും ചാൻസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ ഫേസ് സിറംസ്. നെഗറ്റീവും ഉണ്ട്, അതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്. അത് നോക്കിയും കണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല അഡാറ് പണി തന്നെ കിട്ടും നമ്മുടെ ഫേസിൽ. സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയിട്ട് പണി കിട്ടും. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്. അപ്പൊ സിറംസ് നോക്കിയും കണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പൊ സിറം നിങ്ങൾ നോക്കിയും കണ്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഒരു 3 പ്രോഡക്റ്റ് ആണ് മേടിച്ചത്. യൂസ് ചെയ്തിട്ട് ഞാൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് അതിന് എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നീട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ മെലാസ്മ കുറയ്ക്കാൻ നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വിധമൊക്കെ നമ്മുടെ സ്കിന്നിലെ മെലാസ്മയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കോജിക് ആസിഡ് സിറം. പിന്നെ ഏതൊക്കെ ബ്രാൻഡിന്റെ കോജിക് ആസിഡ് സിറം നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ് ഫസ്റ്റ് വൺ ഈ ഒരു ഡെർമാക്കോന്റെ കോജിക് ആസിഡ് സിറം. 2% മാത്രം നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. 2% ഉള്ളൂ ഡെർമാക്കോന്റെ എൻ്റെ അറിവിൽ. പിന്നീട് വന്നിട്ട് ഈ ഒരു ഡോക്ടർ ഷേത്തിന്റെ ഈ ഒരു കോജിക് ആസിഡ് കേസർ ഈ ഒരു സിറം അടിപൊളിയാണ് കേട്ടോ. ഇതും നല്ല. ഈ 2 ബ്രാൻഡിന്റെ കോജിക് ആസിഡ് സിറമാണ് എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ
ചിലർക്ക് വൈകും, ചിലർക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ, ഇപ്പം എന്റെ സ്കിൻ ഓയിലിയാണ്, പക്ഷെ എനിക്ക് പറ്റുന്ന സിറംസ് ഒന്നും നിങ്ങൾക്ക് പറ്റണമെന്നില്ല. ഈവൻ എനിക്ക് ഏത് പ്രൊഡക്ട്സ്, ചിലപ്പോൾ ചില പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് പിടിക്കും, അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക, പക്ഷെ അത് നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നീട് വന്നിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെയാണ് മറന്നു പോകുന്നുണ്ട്. പിന്നെ കോജിക് ആസിഡ് നമുക്ക് ഇപ്പം വേറൊരു സിറം യൂസ് ചെയ്യുന്നോണ്ടിരിക്കുക. അപ്പൊ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് കുറച്ചൊരു കമന്റ്സ് ഒക്കെ ചെയ്തായിരുന്നു. കോജിക് ആസിഡ് ഏതൊരു സിറംസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതിൽ ഒട്ടുമിക്ക എല്ലാ സിറംസിന്റെ കൂടെയും നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കോജിക് ആസിഡ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഡബിൾ റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കോജിക് ആസിഡും വിറ്റാമിൻ സി സിറം കൂടി ഒരുമിച്ച് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് എന്ന് വെച്ചാൽ ഡബിൾ കിട്ടും. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ കോജിക് ആസിഡും ഇതിപ്പം ലൈറ്റിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഞാനിപ്പം വെയിലത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് കേട്ടോ. അപ്പം അതിൻ്റെയാണ് ഈ ഒരു ലൈറ്റ് ഡിഫറൻസ്. വെയിലിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി, വെയിലത്തിട്ട് കുറച്ച് വെളുത്തിരിക്കുമെന്ന് പറയുന്നത് കേൾക്കാം. അതൊക്കെ പോട്ടെ. അപ്പം എന്താണ് പറയാ, നിങ്ങൾ അത് രണ്ടും കൂടെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ കോജിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് അറിയാലോ, അപ്പൊ അതനുസരിച്ചുള്ളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ വിറ്റാമിൻ സി സിറം നിങ്ങൾ ഇപ്പം മോർണിംഗിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. പുറത്തിറങ്ങുമ്പോൾ അതും തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മറക്കരുത്. കോജിക് ആസിഡിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു സാധനം തന്നെയാണ്. നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ, ഫേസിൽ ടാൻ. ആ ടാൻ മാറ്റാൻ നല്ലതുപോലെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനം തന്നെയാണ് കോജിക് ആസിഡ്. നിങ്ങൾ യൂസ് ചെയ്യേണ്ട രീതി മാത്രം കറക്റ്റായിട്ട് പോകണം. ഇല്ലെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നത് ഞാൻ കണ്ടു. അപ്പൊ അതിൽ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ എല്ലാവരോടും ഉത്തരം പറയുന്നതിനെക്കാട്ടി നല്ലത് ഇതൊക്കെ പറയുന്നതല്ലേ.